എങ്ങനെയാണ് ഇങ്ങനൊരു വിയോഗം സഹിക്കാൻ കഴിയുക എന്നതറിയാതെ പാടുപെടുകയാണ് ഓരോരുത്തരും. അവനെ പരിചയമുള്ളവർ ഇല്ലാത്തവരുമൊക്കെ മിഥുനെ മാത്രം ഓർത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളും കടന്നുപോയത്. അധ്യാപകരും അനധ്യാപകരും സഹപാഠികളും ഉറ്റവരും ഉടയവരുമൊക്കെ മിഥുനെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന സമയമാണ് കടന്നു പോകുന്നത്. എന്തു പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും എന്തു പകരം നൽകിയാലും ഒന്നിനും പകരമാവില്ല എന്ന് പറഞ്ഞു വെക്കുന്ന നിമിഷമാണ് ഈ കടന്നു പോകുന്നത്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ, ഒരു കുടുംബത്തിൻ്റെ സന്തോഷം, അങ്ങനെ എല്ലാമായിരുന്ന ഒരു കുട്ടി, ഒരു 13കാരൻ അകാലത്തിൽ വിട പറയുകയാണ്. ആരെയൊക്കെ പടിചാരിയാലും ആരെയൊക്കെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായ നഷ്ടം ആ കുടുംബത്തിനാണ്. ആ അച്ഛനും അമ്മയ്ക്കുമാണ് നികത്താനാവാത്ത നഷ്ടം എന്നുള്ളത്. പൊതുദർശനം ഏകദേശം അരമണിക്കൂർ പിന്നിടുകയാണ്. പറഞ്ഞിരുന്ന സമയക്രമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അവനെ കാണാൻ അത്രത്തോളം ആളുകളാണ് കാത്തിരുന്നത്, ഒഴുകിയെത്തുന്നത്. അവരൊക്കെ ഒരു നോക്ക് കണ്ട ശേഷം, ആ അവസാന നോക്ക് കണ്ട ശേഷം മിഥുൻ യാത്രയാകും. അവൻ്റെ വീട്ടിലേക്കാണ് ഇനിയുള്ള അടുത്ത അന്ത്യയാത്ര. അവിടെ അവൻ്റെ അമ്മയുണ്ട്. മാസങ്ങളായി വിദേശത്തായിരുന്ന അമ്മ 9:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ അവിടെയും ഉണ്ടായിരുന്നത് ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ പാടുപെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഓരോരുത്തരും. ആ യാത്ര ഇപ്പോൾ വീട്ടിലേക്ക് അടുക്കാറായിട്ടുണ്ട്. അണപൊട്ടി ഒഴുകുന്ന സങ്കടത്തെ താങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ് ആ നാടൊന്നാകെ എന്നുള്ളതാണ് ഈ നിമിഷത്തിൻ്റെ യാഥാർത്ഥ്യം. സ്കൂളിൽ നിന്ന് ഷമീർ ചേരുകയാണ്. ഷമീർ, ഇനി എത്ര സമയം കൂടി അവിടെ പൊതുദർശനം ഉണ്ടാകും? മുൻപ് പറഞ്ഞിരുന്ന സമയക്രമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടോ? എത്തരത്തിലാണ് ഈ ആളുകളുടെ തിരക്കിനെയൊക്കെ ഇനി നിയന്ത്രിച്ച് അവനെ അവിടെ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക? നേരത്തെ സമയക്രമം 12 മണിയായിരുന്നു. ഇപ്പോൾ 12:30 ആയിരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂർ കൂടി, പരമാവധി അരമണിക്കൂർ കൂടിയായിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാവുക. ഇതിനുശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോഴും അണമുറിയാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി വരികയാണ്. അവരെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ കടത്തിവിടുന്ന ഒരു തത്രപ്പാടിലാണ് പോലീസും വോളണ്ടിയേഴ്സും ഒക്കെ ഉള്ളത്. അത്രത്തോളം ആളുകൾ ഇവിടേക്ക് തടിച്ചുകൂടുന്നുണ്ട്. എന്തായാലും PC വിശ്വനാഥ് MLA അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കോവൂർ കുഞ്ഞുമോൻ MLA അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളിലെ രക്ഷകർത്താക്കളിൽ കൂടുതലും അമ്മമാരാണ് ഇവിടെ കാണാനെത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം സ്ത്രീകളുടെ ഒരു ബാഹുല്യം ഇവിടെ ഉണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പല അമ്മമാരും ആ മൃതദേഹത്തിനരികിൽ നിന്നും മടങ്ങിപ്പോകുന്നതെന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ ദേവിദാസ് അല്പസമയം മുമ്പ് പുഷ്പചക്രം റീത്ത് സമർപ്പിച്ചു. ഇനിയുള്ള പരമാവധി ഗേറ്റിന് പുറത്തുള്ള ആളുകളെയും അതുപോലെ ഈ കോമ്പൗണ്ടിൽ നിൽക്കുന്ന സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾ, അധ്യാപകരടക്കമുള്ള ആളുകളും കൂടി കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്തായാലും മിഥുൻ്റെ മാതാവ് കൊല്ലത്തേക്ക് എത്താറായി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. മാതാവ് വരുന്നതനുസരിച്ച് ഇവിടെ നിന്ന് മൃതദേഹം അവിടേക്ക് എത്തിക്കും. അവിടെയും വലിയ ജനസഞ്ചയമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ 9 മണിയോടുകൂടി തന്നെ ഈ സ്കൂളിൻ്റെ കവാടവും പരിസരവും ഒക്കെ തന്നെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കൊണ്ട് നിറഞ്ഞു. പിന്നെ ഈ നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ, തേവലക്കര, മൈനാഗപ്പള്ളി, കരുനാഗപ്പള്ളി, അങ്ങനെ ഈ നാട്ടിൻ പുറത്തുള്ള എല്ലാ ആളുകളും ഇവിടേക്ക് ഒഴുകിയെത്തി മിഥുന് അവസാനമായ യാത്രയയപ്പ് നൽകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ആംബുലൻസ് അവിടെ നിന്നും 10 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടതാണ്. പക്ഷേ 11:30 മാത്രമാണ് ആംബുലൻസിന് ഇവിടെ കടന്നെത്താൻ കഴിഞ്ഞത്. 4 കിലോമീറ്റർ പിന്നിടാൻ കഴിഞ്ഞത്. അത്രത്തോളം വലിയ റോഡ് നീളെ ആളുകൾ മിഥുന് യാത്രയയപ്പ് നൽകി വലിയ വിലാപയാത്ര ഒരുക്കി. ആളുകൾ സ്വമേധയാ വിലാപയാത്ര ഒരുക്കുന്നതാണ്
നമുക്ക് കാണാൻ കഴിയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ മകനായി മാറുകയാണ്. എല്ലാ സംവിധാനങ്ങളുടെയും ഒരു പാകപ്പിഴയിൽ നഷ്ടപ്പെട്ട ആ ജീവന് പരമാവധി നൽകാൻ കഴിയുന്നത് ഈ യാത്രയയപ്പാണ്. ആ യാത്രയയപ്പ് അങ്ങനെ തന്നെ നൽകുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ സ്കൂളിൽ 17-ാം തീയതി വരെ ഈ സ്കൂളിൽ കഴിഞ്ഞ 4.5 മാസം ഈ സ്കൂളിലേക്ക് മിഥുൻ എത്തിയിട്ട് 4.5 മാസം മാത്രമേ ആകുന്നുള്ളൂ. കഴിഞ്ഞ 17-ാം തീയതിയാണ് പിതാവുമൊത്ത് രാവിലെ ഈ സ്കൂളിലേക്ക് മിഥുൻ എത്തിയത്. എന്നിട്ട് പിതാവിനോട് തന്നെ മിഥുൻ പറയുന്നുണ്ടായിരുന്നു, വൈകിട്ട് നേരത്തെ വന്ന് തിരികെ വിളിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ശേഷമാണ് ആ പിതാവ് ആ സ്കൂളിൽ നിന്ന് മടങ്ങിയത്. പക്ഷേ 10 മണിയോടുകൂടി മകൻ്റെ ചേതനയേറ്റ ശരീരമാണ് ആ പിതാവിന് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ആ മൃതദേഹം വളരെ രാഷ്ട്രീയപരമായൊക്കെ തന്നെ ആദ്യ മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെ തന്നെ 17-ഉം 18-നും ഒക്കെ തന്നെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വൈദ്യുത ലൈനിൽ തട്ടിയതായി ബന്ധപ്പെട്ട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ഈ സ്കൂൾ കണ്ടു. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി എല്ലാവരും കണ്ണീരോടുകൂടി ആ മിഥുന യാത്രയപ്പ് ഈ സ്കൂളിലെത്തി നൽകുകയാണ്. സ്കൂളിലെ PTA കമ്മിറ്റി, അതുപോലെ മൈനാഗപ്പള്ളി പഞ്ചായത്ത്, അതുപോലെ MLA അടക്കമുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ഇവിടേക്ക് എത്തി അർഹിക്കുന്ന യാത്രയപ്പ് നൽകുകയാണ്. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ മന്ത്രിമാരാരെങ്കിലും എത്തും. നേരത്തെ KB ഗണേഷ് കുമാർ MLA മന്ത്രി 12 മണിയോടുകൂടി ആ വീട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം അവിടെ ഉണ്ടോ എന്നത് കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്ന് അറിയാൻ കഴിഞ്ഞ മന്ത്രി KN ബാലഗോപാലും ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പരമാവധി വേഗത്തിൽ ഇവിടെ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നത്. ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ അകത്തേക്ക് കടത്തിവിടുന്നത്. ഇനി ഗേറ്റിന് പുറത്താണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന മിഥുനെ കൊണ്ടുവന്ന ആംബുലൻസ് ഉള്ളത്. ആംബുലൻസ് അകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മൃതദേഹം ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകും.